ആഗോള രാഷ്ട്രീയത്തിൽ പല ചിന്തകരും പല തിങ്ക് ടാങ്കുകളും ഒക്കെ വളരെ പ്രതീക്ഷ അർപ്പിച്ച് അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത അഭിപ്രായമായിട്ട് പറയുന്ന ഒരു സഖ്യമാണ് റഷ്യ ഇറാൻ ചൈന സഖ്യം. അപ്പോൾ ചില നിരീക്ഷകർ അവരുടെ നിരീക്ഷണത്തിൽ ഇതിന് വടക്കൻ കൊറിയയും ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളൊക്കെ ഇതിനോട് ചേർത്ത് പറയാറുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ അലയൻസ്, എന്താണ് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ശീതയുദ്ധത്തിൻ്റെ അന്ത്യത്തിന് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 1991 ശേഷമുള്ള, ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 34 കൊല്ലത്തോളമുള്ള ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ഒരു അപ്രമാദിത്യം ലോകരാഷ്ട്രീയത്തിലുണ്ട്. അത് എല്ലാ മേഖലയിലും തന്നെ ഉണ്ട്. ഇപ്പോൾ UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ, അതിലുള്ള അമേരിക്കയുടെ രാഷ്ട്രീയപരമായ ഒരു അപ്രമാദിത്യം, അമേരിക്കയുടെ ശക്തി, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക ശക്തി, അമേരിക്കയുടെ ഇന്നോവേഷൻ, അമേരിക്ക ജനറേറ്റ് ചെയ്യുന്ന ടെക്നോളജികൾ, അതെന്ത് ഫീൽഡാവട്ടെ, അമേരിക്കയുടെ ഒരു എക്കണോമിക് അട്രാക്ഷൻ, അമേരിക്കയുടെ സൈനിക ശേഷി, അങ്ങനെ അമേരിക്ക പല രംഗത്തും വളരെയധികം ശോഭിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ചില ചിന്തകർ പുതിയ ഒപ്പീനിയൻസ് പറഞ്ഞു. ചിലർ പറഞ്ഞു റഷ്യ പുട്ടിന് കീഴിൽ വീണ്ടും വരുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, ചൈന വളരുന്നുണ്ട്, ലോകത്ത് പിന്നെ പല രാജ്യങ്ങൾ അവരുടെ സമ്പത്ത് വ്യവസ്ഥ മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. ഉദാഹരണം ഇന്ത്യ, തുർക്കി, അങ്ങനെ പല പല രാജ്യങ്ങൾ. അപ്പോൾ അമേരിക്ക എന്ന ശക്തിയുടെ ഒരു രാഷ്ട്രീയ ശക്തി, ആ രാഷ്ട്രീയ ശക്തി അവർ ലോകത്ത് കാണിക്കുന്നത് അവരുടെ സൈനിക ശക്തിയിലൂടെയാണ്. അപ്പോൾ ഈ സൈനിക ശക്തിയുടെ അടിസ്ഥാനം എന്താണ്? അവരുടെ സാങ്കേതികപരമായ പുരോഗതി, അതുപോലെ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി. അപ്പോൾ അമേരിക്കൻ ഡോളറിന് ഇപ്പോഴും വെല്ലാൻ പ്രാക്ടിക്കലി ലോകത്ത് കറൻസികൾ ആയിട്ടില്ല. ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കറൻസി അമേരിക്കൻ ഡോളറാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുക, നിങ്ങൾ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുക, സ്റ്റാർട്ടപ്പുകൾ നോക്കുക, കൂടുതലും വരുന്നത് അമേരിക്കയിൽ നിന്നായിരിക്കും. ഇപ്പോൾ നമുക്ക് മാങ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് തന്നെ നോക്കാം. MAANG, മെറ്റ, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ, അങ്ങനെ പല പ്രധാനപ്പെട്ട കമ്പനികൾ. ഇപ്പോൾ ഫോർച്യൂൺ 500 ഒക്കെ നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനികളൊക്കെ അമേരിക്കൻ ബേസ്ഡ് ഒക്കെ ആയിരിക്കും. ഇനി സൈനികപരമായിട്ട് അമേരിക്ക ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇടപെട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടിട്ടുണ്ട്, ഇറാഖിൽ ഇടപെട്ടിട്ടുണ്ട്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനിൽ ഇടപെട്ടു. അപ്പോൾ അമേരിക്കയുടെ ഒരു ശക്തി മാച്ച് ചെയ്യാൻ ഇന്നും ബാക്കിയുള്ള രാജ്യങ്ങൾക്കായിട്ടില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആരും അതിനുള്ളൊരു പൊളിറ്റിക്കൽ വില്ലിങ്നെസ് കാണിക്കുന്നില്ല എന്ന് പറയാം. ഇപ്പോൾ ഇറാൻ്റെ കേസ് തന്നെ നോക്കുവാണെങ്കിൽ ഇറാൻ അമേരിക്ക എതിർക്കുന്നുണ്ട്, പക്ഷേ ഇറാൻ്റെ സമൂഹത്തിലും ഇറാനിൻ്റെ അകത്തും കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇറാനിൽ ഭയങ്കര അഴിമതിയുണ്ട്. ഇറാനിൽ ഈ മുല്ലാമാരുടെ കൺട്രോളിലുള്ള ഭരണമാണ്. അപ്പോൾ അവിടെ അതിൻ്റേതായ ഒരു ഒപ്പേക്ക് നേച്ചറാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ട്രാൻസ്പെറൻസി ഇല്ല. അതിൻ്റെ ഭാഗമായിട്ട് അഴിമതിയൊക്കെ ഭയങ്കരമാണ്. നമ്മുടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇറാൻ്റെ സാങ്കേതികപരമായിട്ടൊക്കെ പുരോഗതി ഉണ്ടെങ്കിലും അമേരിക്കയ്ക്ക് അനുസൃതമായിട്ടൊന്നുമില്ല. അപ്പോൾ അമേരിക്കയെ വെച്ച് അവരത്ര സ്ട്രോങ് കൺട്രി ഒന്നുമല്ല. ഇനി എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ റഷ്യ ഇടപെടാത്തത്? ബേസിക്കലി മനസ്സിലാക്കുക, റഷ്യ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഉക്രൈനിൽ റഷ്യ പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട്. ലക്ഷക്കണക്കിന് റഷ്യൻ ഭടന്മാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭയങ്കര നാശനഷ്ടം അല്ലെങ്കിൽ വലിയ നഷ്ടം ഉണ്ടാവുന്നുണ്ട് ഉപരോധങ്ങളുടെ ഭാഗമായിട്ട്. ഇതുപോലെ റഷ്യ ഇടപെട്ടിരുന്നു. റഷ്യ സിറിയയിൽ ഇടപെട്ടിരുന്നു, കുറച്ച് സൈനികരെയും വ്യോമസേനയൊക്കെ ഉപയോഗിച്ച്. പക്ഷേ ആ ഇടപെടൽ ഇപ്പോൾ വെള്ളത്തിലായി. ഇപ്പോൾ സിറിയയിൽ റഷ്യ സപ്പോർട്ട് ചെയ്ത ഭരണാധികാരി കുറച്ച് നാൾ മുമ്പ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു. ഇനി ചൈന എന്താണ് ഇടപെടാത്തത്? അപ്പോൾ ചൈനയെ നമ്മൾ മനസ്സിലാക്കുക, ചൈന വളരെ നല്ല ബിസിനസ്സുകാരനാണ്. ചൈനയ്ക്ക് ഒരിക്കലും ലോകരാഷ്ട്രീയത്തിൽ കാര്യമായിട്ട് ഇടപെട്ട് മാറ്റാനെന്ന് അവർക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് അവരുടെ അതിർത്തിയുടെ അടുത്തുള്ള ചില ഏരിയകൾ അവരുടെ കോർ ഇൻട്രസ്റ്റാണ്. ഉദാഹരണം, നമ്മുടെ അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ ലഡാക്ക് ഭാഗം അവരും നമ്മളുടെ അതിർത്തർക്കമുണ്ട്, അല്ലെങ്കിൽ തെക്കൻ ചൈന കടൽ, അതുപോലെ അവർ തായ്വാൻ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അവരുടെ കോർ ഇൻട്രസ്റ്റ്. അതിലാണ് അവർ കാര്യമായിട്ട് ഇടപെടുകയുള്ളൂ. അപ്പോൾ ചൈന സൈനികമായിട്ട് ഇടപെടുകയാണെങ്കിൽ അവരിടപെടാൻ ഏറ്റവും സാധ്യതയുള്ളത് തായ്വാൻ കേസിലാണ്. അപ്പോൾ അമേരിക്ക ഇറാനിൽ ബിസി ആയിരിക്കുമ്പോൾ, അമേരിക്ക വളരെയധികം ബിസിയായി കമ്മിറ്റഡായി കഴിഞ്ഞാൽ ആ തക്കം നോക്കി ചൈന തായ്വാൻ പിടിക്കും. അല്ലാതെ ചൈന വേറൊരു രാജ്യത്ത് ചൈന ചെന്ന് ഇടപെടാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ റഷ്യനെ കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റില്ല, ചൈന ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ ഇറാൻ പ്രാക്ടിക്കലി ഒറ്റപ്പെട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇറാനെതിരായ സഖ്യത്തിനാണെങ്കിൽ അമേരിക്കയുണ്ട്, ഇസ്രായേലുണ്ട്, ബാക്കി പല രാജ്യങ്ങളും, പല ഗൾഫ് രാജ്യങ്ങളും
സത്യം പറഞ്ഞാൽ ഒരു അമേരിക്കൻ ചായ്വ് അല്ലെങ്കിൽ ഇസ്രായേൽ ചായ്വോട് നിൽക്കുന്നതാണ്. ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്.